अस्सलाम वालेकुम मेरे भाइयों मेरे दोस्तों എൻ്റെ ചങ്ങാതിമാരെ എൻ്റെ സുഹൃത്തുക്കളെ अब क्या वक्त हुआ है what is time now ഇപ്പോൾ സമയം എത്രയായി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഹിന്ദിക്കാരൊക്കെ ചോദിച്ചാൽ എന്താ നമ്മൾ അതിന് മറുപടി പറയാം? അതിന് മറുപടി പറയണമെങ്കിൽ അക്കങ്ങൾ എങ്ങനെ എണ്ണാൻ പഠിക്കണം, എങ്ങനെ എണ്ണം പഠിക്കാം, എണ്ണം എങ്ങനെ പഠിക്കും, അത് നമ്മൾ പഠിച്ചോ എന്നൊക്കെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഉറുദുവിലാവട്ടെ ഹിന്ദിയിലാവട്ടെ എണ്ണം പഠിക്കണം ആദ്യം. മുൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമുക്ക് 1 മുതൽ 12 വരെ എങ്ങനെ എണ്ണാം എന്ന് പഠിക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 ഇതാണല്ലോ ഒരു ക്ലോക്കിൽ 12 മണി വരെ അല്ലേ ഉണ്ടാവുള്ളൂ, 12 മണിക്കൂർ. ഇനി 1 മണിക്ക് നമ്മൾ എന്താണ് പറയുക? 2 മണി, 3 മണി, 4 മണി, 5 മണി, 6 മണി, 7 മണി, 8 മണി, 9 മണി, 10 മണി, 11 മണി, 12 മണി. അപ്പം നമ്മൾ എണ്ണം ആദ്യം പഠിച്ചു. ഇനിയിപ്പോൾ മണി എന്ന വാക്കിന് ഉറുദുവിൽ എന്താ പറയുക? ബജെ. ഹിന്ദി ആണെങ്കിലും ബജെ. 1 ബജെ, 2 ബജെ, 3 ബജെ, 4 ബജെ, 5 ബജെ, 6 ബജെ, 7 ബജെ, 8 ബജെ, 9 ബജെ, 10 ബജെ, 11 ബജെ, 12 ബജെ. ഇങ്ങനെ പറഞ്ഞ് പഠിക്കുക. ഓക്കെ. ഇനി നമ്മൾ ഇപ്പോൾ 1 മണിക്ക് എന്താ പറയുക എന്നുള്ളത് പഠിച്ചു. ഇനി കാലമായി കഴിഞ്ഞാൽ 1:15 എന്ത് പറയും? 1:30 എന്ത് പറയും? 1:45 എന്ത് പറയും? അല്ലേ? 1:15 സവ എന്ന് പറഞ്ഞാൽ കാല്. അപ്പോൾ 1 2 3 4 5 6 നമ്മൾ ഓൾറെഡി പഠിച്ചു. 1 2 3 4 5 6 7 നമ്മൾ പഠിച്ചു. ഇനി കാലേ വേണ്ടതുള്ളൂ. അപ്പോൾ 1:15 സവ 1, സവ 2, സവ 3, സവ 4, സവ 5, സവ 6, സവ 7, സവ 8, സവ 9, സവ 10, സവ 11, സവ 12, 12:15. മനസ്സിലായില്ലേ? ഇനി എങ്ങനെയാണ് 1:30 എന്ന് പറയുക? 1:30, 2:30, 3:30, 4:30, 5:30. ഇവിടെ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 1:30യും 2:30യും പ്രത്യേകം ശ്രദ്ധിക്കണം. 1:30ക്ക് തേർഡ് ബജെ എന്നാണ് പറയുക. 2:30ക്ക് അടൈ ബജെ എന്ന് പറയും. അടൈ, തേർഡ് അടൈ. 1:30, 2:30. എന്നാൽ 3:30, 4:30, 5:30, 6:30 ഒക്കെ ആവുമ്പോൾ അതും പിന്നെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ഇതുപോലെ 3:30ക്ക് 3:30, 4:30, 5:30, 6:30, 7:30, 8:30, 9:30, 10:30, 11:30, 12:30, 12:30. ഇനി 1:45 എന്ത് പറയും? 2:45, 3:45 എന്താ പറയുക എന്നുള്ളതാണ് ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത്. ഇത് വളരെ സിമ്പിളായിട്ട് പഠിക്കാം കേട്ടോ, ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ, ഇൻഷാ അല്ലാഹ്. നോക്കൂ, ഇപ്പോൾ 1:45, 2:45, 3:45 അങ്ങനെയാണ്. അപ്പോൾ പൗനെ ദോ, 1:45 പൗനെ ദോ. അതെന്താ അപ്പോൾ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 മണിക്ക് 15 മിനിറ്റ് ബാക്കി ഉണ്ടാവും. അപ്പോൾ 1:45 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? 2 മണിക്ക് 15 മിനിറ്റ് ബാക്കി. അപ്പോൾ പൗനെ ദോ എന്നാണ് പറയുക. 2:45 പൗനെ 3. ഇവിടെ നമ്മൾ പിന്നെ ഒരു കൺഫ്യൂഷൻ വരും. ഇവിടെ 1:45 എന്ന് പറയുമ്പോൾ പൗനെ 1 എന്ന് പറയണ്ടേ? അത് പാടില്ല. ഇവിടെ ഉറുദുവിലെ ഒരു പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്ക് 15 മിനിറ്റ് ബാക്കിയുണ്ട് എന്നൊരാശയത്തോടു കൂടിയായിരിക്കും ഇവിടെ പറയാം. അപ്പോൾ പൗനെ ദോ, പൗനെ 3, 2:45 പൗനെ 3, പൗനെ 4, പൗനെ 5, പൗനെ 6, പൗനെ 7, പൗനെ 8, പൗനെ 9, പൗനെ 10, പൗനെ 11, പൗനെ 12. അപ്പോൾ പൗനെ 12 എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ 1 മണി, 1:15, 1:30, 1:45, 2 മണി അഥവാ 1 ബജെ, സവാ 1, തേർഡ് ബജെ, പൗനെ 2, 2 ബജെ, സവാ 2, അടൈ ബജെ, പൗനെ 3, 3 ബജെ, सवा 3, 3:30, पौने 4, 4 बजे. ओके.
മനസ്സിലായില്ലേ?